അഭിലാഷും ജിഷിനും കൂടി അനിമോൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ഇനിയും ഒരുപാട് പേര് പുറത്തുനിന്ന് വരാനുണ്ട്. അവരൊക്കെ നിനക്കെതിരായിരിക്കും. അപ്പം നീ അതിലൊക്കെ പിടിച്ച് നിൽക്കണം. 96 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കിനി 4 ദിവസം കൂടി നിന്നാൽ മതി. നീ എങ്ങനെയാണോ ഇപ്പോൾ ഇതുവരെ എത്തിയത് അതുപോലെ തന്നെ അങ്ങ് നിൽക്കണം. ആരെന്ത് പറഞ്ഞാലും നീ തളരരുത്. കാരണം അവർ പലതും പറയുമ്പം ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. ഞങ്ങളും ഗസ്റ്റാണ്. അപ്പം അവർ പറയുന്നത് കേട്ടോണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം ജിഷിൻ പറയണം അതെല്ലാം കഴിഞ്ഞ് നിന്നെ നമുക്ക് ആശ്വസിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്കും പറയുന്നതിനൊരു പരിധിയുണ്ടല്ലോ. ഞങ്ങളും പുറത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുമല്ലേ. ഇവിടെ ഗെയിം കളിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇടപെടാം. അതുകൊണ്ട് നീ എങ്ങനെ നിന്നോ അഭിലാഷ് പറയാം അതുപോലെ തന്നെ നിൽക്കണം. ഇപ്പം നിനക്ക് എതിരായ കുറച്ച് ആൾക്കാർ ഇനി വരാൻ കിടക്കുന്നു. അപ്പോൾ ഇവർക്ക് സപ്പോർട്ട് നിന്നിട്ട് നിനക്കെതിരെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇന്നലെ നടന്നതിലും ഇതിലും കൂടുതലായിരിക്കും ഇനി അങ്ങോട്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് നിനക്കെതിരെ വരാൻ പോകുന്നത്. അതുകൊണ്ട് നീ അതിലൊന്നും തളരരുത്. അപ്പോൾ അനുമോള് പറയുന്നത് എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു, ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് തോന്നുന്നെന്ന് അഭിലാഷിനോട് പറഞ്ഞപ്പോൾ അതൊക്കെയാണ് തെറ്റ്. നീ എങ്ങനെയാണോ അതുപോലെ ധൈര്യത്തോടെ നേരിടണം. പറയുന്നവരവിടെ പറയട്ടെ എന്ന് വെക്കണം. നിന്നെ തളർത്താൻ വേണ്ടി നോക്കുന്നതാണ് ഇതൊക്കെ. അവരെല്ലാം അത് ആലോചിച്ച് കൂട്ടത്തോടെ വന്നിരിക്കുകയാണ്. അപ്പം നീ തളരില്ല എന്ന് കാണിച്ചു കൊടുക്കണം. 96 ദിവസം നിന്നെങ്കിൽ നിനക്കെന്താ 4 ദിവസം നിന്നാൽ? നീ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അഭിമുഖീകരിച്ച് വന്നതല്ലേ. പിന്നെന്താ നിനക്ക് പ്രശ്നം? അല്ല ഇന്ന് ഇന്നലെയായിട്ട് വന്ന് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായതല്ലല്ലോ. അപ്പോൾ ഇത്രയും ദിവസം നീ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസവും നിൽക്കണം. ഞങ്ങൾ നിൻ്റെ സപ്പോർട്ടുണ്ടാവും, നിന്നെ ആശ്വസിപ്പിക്കാനുണ്ടാവും. പക്ഷേ ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നല്ല മോട്ടിവേഷനാണ് കൊടുക്കുന്നത്.